ഇപ്പോഴത്തെ സമയത്ത് നമ്മുടെ പെല്ലറ്റ് വെച്ചിട്ടുള്ള കൃഷിരീതിയാണ് കൂൺ കൃഷിയിൽ മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ വൈക്കോലൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും പെല്ലറ്റ് വെച്ചിട്ടുള്ള കൃഷിരീതി എളുപ്പമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് അതിനായിട്ട് നമ്മൾ ബാഗ് കെട്ടുന്നതിന് മുന്നേ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ 2 കിലോ പെല്ലറ്റാണ് ആ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. 1 കിലോ പെല്ലറ്റിന് 1.5 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ നമ്മളിപ്പോൾ 2 കിലോ പെല്ലറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 3 ലിറ്റർ വെള്ളം വേണ്ടി വരും. പെല്ലറ്റിൽ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ബെഡ് ചീത്തയായി പോകാറാണുള്ളത്. അപ്പം നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഡെറ്റോൾ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാനാണ്. എൻ്റെ ഡൈല്യൂട്ട് ചെയ്ത ഡെറ്റോൾ തീർന്നു പോയി കേട്ടോ. എൻ്റെ അടുത്തിരിക്കുന്ന കുപ്പിയിൽ തീർന്നു പോയി. അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ വെള്ളവും കൂടെ വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുത്ത് പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റബ്ബറിൻ്റെ അരക്കപ്പൊടിയാണ് പെല്ലറ്റായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴും വിശ്വാസമുള്ളവരിൽ നിന്ന് മാത്രം നമ്മൾ പെല്ലറ്റ് വാങ്ങിക്കുക കേട്ടോ. അതിന് കാരണം എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. ഈ പെല്ലറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് വന്നതാണ് കേട്ടോ. വന്നത് എന്നെ ചിറയൻകീഴായിരുന്നു പാഴ്സൽ വന്നത്. അപ്പോൾ അത്രയും ദൂരം നമ്മളിവിടെ കല്ലറയിൽ നിന്ന് പോയി എടുത്തപ്പോൾ നമുക്ക് ചാർജും ആയിട്ടുണ്ടായിരുന്നു. കൊറിയർ ചാർജ് നമ്മൾ പ്ലസ് ആഡ് ചെയ്ത് കൊടുത്തതാണ്. പെല്ലറ്റിനും വില ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പെല്ലറ്റിലെന്ന് പറയുന്നത് മിക്സ് പെല്ലറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. റബ്ബറിൻ്റെ മാത്രം അരക്കപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയതല്ലാതെ മിക്സ് ആയിട്ടുള്ള പെല്ലറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ബാഗ് കെട്ടുമ്പോൾ നമുക്കതിനകത്ത് കളർ ചേഞ്ച്, അതായത് ബ്ലാക്ക് കളറൊക്കെ ചേഞ്ചായി വരുന്നത് കാണാം. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് പെല്ലറ്റിൽ മിക്സ് പെല്ലറ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഡൗട്ടായിട്ട് ചോദിച്ചപ്പോഴും അതിൽ കമൻറ്റ് വന്നതിൽ നിന്നും മനസ്സിലായത് അതിനകത്ത് മിക്സ് ആയിട്ടുള്ള സംഭവങ്ങൾ ചേർന്നാണ് ആ പെല്ലറ്റ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ആ കമൻറ്റിൽ റിപ്ലൈ വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പെല്ലറ്റിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ബഡ് കെട്ടുന്ന അത്രയും ചീത്തയായി പോകാനുള്ള കാര്യമാവും. അപ്പോൾ എനിക്ക് ഈ ബെഡുകളും കംപ്ലൈൻ്റ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെയാണ് ബെഡിൻ്റെ നമ്മൾ അഴുക്ക പെല്ലറ്റ് വെച്ച് ചെയ്യുമ്പോൾ ഉള്ള രീതികളെന്നൊക്കെയുള്ളത് അപ്ഡേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 കിലോ പെല്ലറ്റിന് അളന്നെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 3 ലിറ്റർ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് പെല്ലറ്റിൽ ഫുള്ളായിട്ട് വീഴുന്ന രീതിയിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുകൾ ഭാഗത്ത് മാത്രം ഒരേ പ്ലേസിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അടിയിലുള്ളത് കൊവരില്ല കേട്ടോ. നമുക്കെല്ലാം ഒരേ നനവിൽ നമുക്ക് ഈ പെല്ലറ്റ് കിട്ടണം. ഇതിനകത്തും അതുപോലെ തന്നെ വൈക്കോലിനെ പോലെയാണ് നമ്മൾ ആ വൈക്കോലിൽ നിലനിർത്തുന്ന അതേ ഈർപ്പത്തിൻ്റെ അളവ് തന്നെയായിരിക്കണം ഈ പെല്ലറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോഴും നമ്മൾ നിലനിർത്തേണ്ടത്. എനിക്ക് തോന്നുന്നു ആ ചെറുക്കനെയുള്ള നനവായിരിക്കാം ആ വിത്ത് ഇതിലേക്ക് പടരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഓവറായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ വിത്ത് ചീഞ്ഞു പോകും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ 3 ലിറ്റർ വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. പെല്ലറ്റ് നല്ല വിശ്വാസമുള്ള ആൾക്കാരിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പെല്ലറ്റ് വെച്ചിട്ടുള്ള കൃഷിരീതി ഏറ്റവും എളുപ്പമാണ് കേട്ടോ. പക്ഷേ എനിക്കിത് കിട്ടിയത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള പെല്ലറ്റ് അല്ല. അതുകൊണ്ട് കെട്ടുന്ന ബാഗുകളൊക്കെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഓൺ മാനുഫാക്ചർ ആയിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് അവരെ നിന്നൊക്കെ വാങ്ങിക്കാം കേട്ടോ. പൈസ മുടക്കിയാൽ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടുന്ന അതേ സ്ഥലത്തു നിന്ന് വാങ്ങിക്കുക. എനിക്ക് ബെഡ്മേറ്റിലെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബെഡ്മേറ്റിലൊന്നും കംപ്ലൈൻറ്റ് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ പെല്ലറ്റ് ചെയ്ത എല്ലാ ബെഡുകളും കംപ്ലൈൻറ്റ് വരികയാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സാനിറ്റൈസേഷൻ ഫോളോ ചെയ്താൽ നമുക്ക് ബെഡൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ 1 പ്രാവശ്യമായി 2 പ്രാവശ്യമായി 3 പ്രാവശ്യമായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇതാണ് അതിൻ്റെ കാര്യം എന്നുള്ള കാര്യം മനസ്സിലായത് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പെല്ലറ്റ് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഇതിന് നമുക്ക് ചൂട് പോകുന്നത് വരെ നമ്മൾ വച്ചിട്ട് ചൂട് പോയ ശേഷമാണ് നമ്മളിത് ബാഗിലേക്ക് മാറ്റുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ചൂടും വിത്തും കൂടെ ആകുമ്പോൾ വിത്ത് ചീത്തയായ ബാഗും കംപ്ലീറ്റ് ആയിട്ട് പോവും. നമ്മൾ നല്ല പെല്ലറ്റ് തിരഞ്ഞെടുക്കുക കേട്ടോ, എന്നാലേ നമുക്ക് ഈ കൃഷിക്ക് ഉപയോഗമായിട്ടുള്ളത്. അപ്പോൾ എനിക്കിനി അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കണം. നമ്മൾ പെല്ലറ്റ് സെയിൽ ചെയ്യുന്ന നല്ല പ്യുവറായിട്ടുള്ളത് സെയിൽ ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്കിനി ഈ പെല്ലറ്റ് വെച്ചിട്ടുള്ള കൃഷിരീതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂണ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നാളെ നമുക്കിതൊക്കെ വിളവെടുക്കണം. എല്ലാം അത്യാവശ്യം പാകമായി വന്നിട്ടുണ്ട്.